നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ വന്നു. നബി ചോദിച്ചു, എന്താണ് അദാത്തു സൗജ് അൻതി, ഭർത്താവ് ഉള്ളോളാണോ, ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. അതെ. അവർ പറഞ്ഞു കൈഫ അൻതി ലഹു, എങ്ങനെ ഭർത്താവിനോടൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ എനിക്ക് കഴിയണ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ലാമ അജസ്തു അൻ, എനിക്ക് കഴിയാത്തത് മാത്രമേ ഞാൻ ചെയ്യാത്തതുള്ളൂ, കഴിയണമൊക്കെ ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹു ജന്നതുക്കി വനാറുക്കി, അവനാണ് നിന്റെ സ്വർഗം, അവനാണ് നിന്റെ നരകം. എന്തിനാ പറഞ്ഞു കൊടുത്തത്? ഒരാൾ നബിനെ പോലെ പൂർണ്ണനായി ഒരു പ്രശ്നമില്ലാത്ത ആളാണെന്ന് വിചാരിച്ചിട്ടല്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും നീ അയാൾക്ക് സേവനങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും, എനിക്ക് സ്വർഗം വിചാരിക്കാനാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞ് മനസ്സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കണം, പടച്ചോൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് എന്തേ കിട്ടി എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ വല്ലാതെ സങ്കടം വരും. ചില മനസ്സിൻ്റെ താളം തെറ്റും. അവിടെയൊക്കെ എന്താണ്, നമ്മളൊരു വിശ്വാസിയാണ്, പരലോകം വിചാരിക്കുന്ന ആളാണ്, കൂലി കിട്ടും വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സഹിച്ചതോ വിഷമിച്ചതോ കരഞ്ഞതോ ഒന്നും വെറുതെ ആവില്ല, ഒന്നും വെറുതെ ആവില്ല. എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഫലമാണ്. മനസ്സമാധാനം കിട്ടും.